നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വേനലവധിയും റംസാൻ വിഷു ആഘോഷങ്ങളും കണക്കിലെടുത്ത മലയാളികളെ കൊള്ളയടിക്കാൻ ലക്ഷ്യമിട്ട വിമാന കമ്പനികൾ യാത്രാ നിരക്ക് 4 ഇരട്ടിയോളം കൂട്ടി. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള വിമാന നിരക്കിലാണ് വർധന. നിരക്ക് ഞായറാഴ്ച നിലവിൽ വന്നു. എയർ ഇന്ത്യയാണ് ആദ്യം വർദ്ധിപ്പിച്ചതെങ്കിലും മറ്റ് വിമാന കമ്പനികളും ഇത് പിന്തുടരും. വിമാന ഇന്ധനത്തിന്റെ വില ഈയിടെ കുറച്ചിരുന്നു. എന്നിട്ടും യാത്രാക്കൂലി കുറയ്ക്കാൻ തയ്യാറാകാതിരുന്ന വിമാന കമ്പനികളാണ് തിരക്ക് മുതലെടുത്ത യാത്രക്കാരെ കൊള്ളയടിക്കുന്നത്. ഖത്തറിലേക്കാണ് ഏറ്റവും വലിയ വർധന. 10,000 മുതൽ 15,000 വരെ ഉണ്ടായിരുന്ന യാത്രാ നിരക്ക് 38,000 മുതൽ 40,000 വരെ ആക്കി. നെടുമ്പാശ്ശേരി ദുബായ് യാത്രയ്ക്ക് 9,000 മുതൽ 12,000 രൂപ വരെ ആയിരുന്നത് 30,000 രൂപയാക്കി. കരിപ്പൂർ ദുബായ് നിരക്ക് 31,000 രൂപയും തിരുവനന്തപുരത്ത്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് ദുബായ് നിരക്ക് 30,500 രൂപയുമാണ്. കുവൈറ്റിലേക്ക് മാത്രമാണ് മാറ്റമില്ലാത്തത്. നേരത്തെയുള്ള 25,000 നിലനിർത്തി. സൗദി മേഖലയിലും വർധനയുണ്ട്. 15,000 മുതൽ 19,000 രൂപ വരെ ആയിരുന്നത് 20,000 രൂപയിൽ നിന്ന് 20,000 മുതൽ 23,000 രൂപ വരെയാക്കി. വേനൽ അവധി കഴിയും വരെ തുകയിൽ കാര്യമായ കുറവ് വരാൻ ഇടയില്ല. ചെറിയ പെരുന്നാളും വിഷുവും ആഘോഷിക്കാൻ വരുന്നവർക്കും ഗൾഫിൽ കുടുംബത്തിനൊപ്പം ചേർന്ന് ആഗ്രഹിക്കുന്നവർക്കും വർധന വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക. മലബാർ മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് ഗൾഫ് മേഖലയിലേക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസ് എയർ ഇന്ത്യ വെട്ടിക്കുറച്ചതോടുകൂടി സീറ്റുകൾ കുറയുന്നതും ടിക്കറ്റ് നിരക്ക് കൂട്ടാൻ കാരണമായിട്ടുണ്ട്. പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നത് മുന്നിൽ കണ്ട് ഏപ്രിലിൽ ഇനിയും നിരക്ക് ഉയർത്താൻ സാധ്യതയുണ്ട്. ജെറ്റ് ഇന്ധനത്തിന്റെ വിലയിൽ മാർച്ച് 1-ന് 4,000-ഓളം രൂപ കുറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര എണ്ണ വിലയിലെ ഇടിവിനെ തുടർന്ന് കഴിഞ്ഞ വർഷം 4 തവണയായി വിമാന ഇന്ധന വില കുറഞ്ഞു. അതിന്റെ ഒന്നും ആനുകൂല്യം യാത്രക്കാർക്ക് നൽകിയിരുന്നില്ല. 2 ആഴ്ചയിലെ അന്താരാഷ്ട്ര എണ്ണ വിലയുടെ നിരക്കിനെ അടിസ്ഥാനമാക്കി എല്ലാ മാസത്തിലെയും 1, 16 തീയതികളിൽ ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വില പരിഷ്കരിക്കാറുണ്ട്. UAE മേഖലയിൽ നിന്ന് കേരളത്തിലേക്കുള്ള 14 സർവീസുകളാണ് അവസാനിപ്പിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി 8-ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട ഷാർജ സർവീസാണ് അവസാനമായി എയർ ഇന്ത്യയുടേതായി ഗൾഫ് മേഖലയിലേക്ക് പുറപ്പെട്ടത്. കരിപ്പൂരിൽ നിന്നും 3 പതിറ്റാണ്ടിന് പിന്നിട്ട സർവീസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ എയർ ഇന്ത്യക്ക് കരിപ്പൂരിൽ നിന്ന് 4 മുംബൈ സർവീസ് മാത്രമാണ് ഉണ്ടാവുക. സ്വകാര്യവൽക്കരണത്തെ തുടർന്ന് എയർ ഇന്ത്യയിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ് സർവീസ് വെട്ടിക്കുറയ്ക്കാൻ കാരണമാകുന്നത്.